And iOS 18.6.2 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 445.2 MB എൻ്റെ iPhone 13 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഈ പറയുന്ന 1 GB താഴത്തായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ ഐപാഡിനും മാക്കിനും പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. വാച്ചിനോ ടിവിക്കോ ഒന്നിനും ഈ പറഞ്ഞ പുതിയ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഈ ഒരു അപ്ഡേറ്റ് 18.6.2 എന്ന അപ്ഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെക്യൂരിറ്റി ബഗ് ഫിക്സ് ചെയ്യാനാണ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ തൊട്ട് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ഇതേപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സും ടിപ്സും ട്രിക്സും എല്ലാം റിലീസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയണമെങ്കിൽ നമ്മുടെ ചാനലാണ് ഏറ്റവും നല്ലത്. സോ ഇപ്പം തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. തുടക്കം തന്നെ നമുക്ക് ഈ പറഞ്ഞ ബിൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിംഗ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും iOS 18.6.2 22G100 എന്ന ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ട് താഴത്ത് ലേൺ മോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ് ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി ഫിക്സ് ആൻഡ് റെക്കമെൻഡഡ് ഫോർ ഓൾ യൂസേഴ്സ് എന്ന്. എല്ലാ യൂസേഴ്സും ഈ ഒരു അപ്ഡേഷൻ ചെയ്യണമെന്നാണ് ആപ്പിൾ റെക്കമെൻഡേഷൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 18.6ലും 18.6.1ലും എങ്ങനെയായിരുന്നു നിങ്ങളുടെ കണക്ടിവിറ്റി, ആ ഒരു സെയിം കണക്ടിവിറ്റി ഓപ്ഷൻസ് തന്നെയായിരിക്കും ഈ ഒരു അപ്ഡേഷനിലും വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് വിഷ്വലി യാതൊരു ചേഞ്ചും കാണാൻ പറ്റില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് എവിടെയാണ് ഞാൻ പറയാം. നമ്മുടെ സഫാരിയിൽ ആപ്പിൾ സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ വെബ്സൈറ്റാണ്. ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ എല്ലാ ഡീറ്റെയിൽസും കാണാൻ പറ്റും. സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകാം. ഇവിടെ iOS 18.6.2ൻ്റെ ആ ഒരു അപ്ഡേഷൻ ബാക്കി കാര്യങ്ങളുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരേ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്, ഇമേജ് IO എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു മേജർ ബഗ്ഗാണ്. ഈ ഒരു ബഗ് ആപ്പിൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ബഗ് റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബഗ് എന്താണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്? പ്രോസസ്സിംഗ് എ മാലീഷ്യസ് ഇമേജ് ഫയൽ മേ റിസൾട്ട് ഇൻ മെമ്മറി കറപ്ഷൻ. ആപ്പിൾ ഈസ് അവെയർ ഓഫ് റിപ്പോർട്ട് ദാറ്റ് ദിസ് ഇഷ്യൂ മേ ഹാവ് ബീൻ എക്സ്പ്ലോയിറ്റഡ് ഇൻ എ എക്സ്ട്രീംലി സഫിസ്റ്റിക്കേറ്റഡ് അറ്റാക്ക് അഗെയിൻസ്റ്റ് സ്പെസിഫിക് ടാർഗറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് കറക്റ്റായിട്ട് ആപ്പിളോട് പറഞ്ഞിട്ടുണ്ട്. മേ ബി ഇതൊരു സ്പെസിഫിക് ടാർഗറ്റ് ഇൻഡിവിജ്വൽസിന് മാത്രമായിരിക്കാം കണക്ക് കൂട്ടുന്നത്. അതായത് ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് ആവാം, ഹൈലി സഫിസ്റ്റിക്കേറ്റഡ് ആയ ഡാറ്റാസ് കണക്ട് ചെയ്യുന്ന കുറേയധികം ആൾക്കാരാവാം. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യില്ലായിരിക്കും. എന്നാൽ പോലും ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് കുറേയധികം ഇമേജസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ വരുമ്പോൾ ആ ഒരു മെയിലിൻ്റെ ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്യാറുണ്ട്. ഈ ഓരോ ഇമേജിലും എന്തെങ്കിലും ഒരു സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തരമായിട്ടുള്ള ഹാക്കിംഗ് ഉണ്ടെങ്കിൽ അത് ഇമേജ് പ്രോസസ്സ് ചെയ്യാൻ നേരം ഡിവൈസിന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാൽക്കുലേഷൻ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിലേക്ക് എന്തെങ്കിലും ഒരു അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മാലീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബഗ്ഗോ വൈറസോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ പറയുന്നത് ദിസ് ഈസ് റെക്കമെൻഡഡ് ഫോർ ഓൾ യൂസേഴ്സ് എന്ന്. സോ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരും ചെയ്യണം. ഐഫോൺ മാത്രമല്ല, ഐപാഡിലും മാക്കിലും ഈ പറയുന്ന സെയിം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ ഒരു സെയിം അപ്ഡേറ്റ് എല്ലാവരും ഐപാഡും മാക്കും ഉള്ളവരും എന്തായാലും ചെയ്യണം. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റിൽ വേറെ മാറ്റങ്ങൾ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. പെർഫോമൻസ് വൈസ് എനിക്ക് സ്മൂത്തായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത്രയും നേരം യൂസ് ചെയ്തിട്ടും വലിയ ബഗ്ഗോ ക്ലട്ടറിങ്ങോ സ്റ്റക്കോ ഈ പറയുന്ന ഡിവൈസിൽ ഫീൽ ചെയ്തിട്ടില്ല. ആൻഡ് ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ എക്സെപ്ഷണലായ ഒരു ബാറ്ററി പെർഫോമൻസ് തന്നെ എനിക്ക് ഈ ഒരു ഡിവൈസിന് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു അപ്ഡേറ്റ് ആയ iOS 18.6.1 നല്ലൊരു ബാറ്ററി റിസൾട്ട് എനിക്ക് കിട്ടി. ഞാനിപ്പോൾ നേരെ നമ്മുടെ ഈ പറഞ്ഞ ബാറ്ററിയുടെ ലോഗ് കാണിക്കുകയാണെങ്കിൽ എൻ്റെ ബാറ്ററി ഹെൽത്ത് 74 ആണ്, സർവീസാണ് കാണിക്കുന്നത്. എന്നാൽ പോലും നിങ്ങളിവിടെ ബാറ്ററി ലെവലിൽ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ബാറ്ററി ഇപ്പോൾ രാത്രിയൊക്കെ കുത്തിയിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഊരി അതിനുശേഷം ഞാൻ എൻ്റെ ഡിവൈസ് യൂസ് ചെയ്യുന്നില്ല. എന്നാൽ പോലും ബാറ്ററി ഡ്രെയിൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം എൻ്റെ ഫോണിൽ വരുന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ബാറ്ററി ഓട്ടോമാറ്റിക്കലി കുറയുന്ന ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട്, ഗെയിമിങ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം എൻ്റെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട്, മ്യൂസിക് കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്തിട്ടും എൻ്റെ ഡിവൈസിലെ ബാറ്ററി ഇപ്പോൾ 74 ഉണ്ടായിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ
സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഡിവൈസിൽ ബാറ്ററി പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി തേർമൽ ആൻഡ് ഹീറ്റ് ഇഷ്യൂ ചോദിക്കുമ്പോൾ ഇത്രയും നേരം ഞാൻ ഷൂട്ട് ചെയ്തിട്ടും എനിക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഗെയിം കളിക്കാൻ നേരം എനിക്ക് കഴിഞ്ഞ അപ്ഡേറ്റിൽ വലുതായിട്ട് ചൂടൊന്നും ഫീൽ ചെയ്തില്ല. ഈ ഒരു വട്ടം iOS 18.6.2ൻ്റെ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂവും ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തായാലും നല്ല രീതിയിൽ ഗെയിം കളിച്ച് നോക്കണം. ആൻഡ് നിങ്ങൾ ഗെയിമിങ്ങും അതേപോലെ ഔട്ട്ഡോർ ആയിട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡിവൈസ് ചൂടാവുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. അല്ലാത്ത പക്ഷം ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് നോക്കുകയാണ്, സഫാരി നോക്കുകയാണ്, ചുമ്മാ ഫോട്ടോസ് നോക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ നോക്കുമ്പോഴും ഡിവൈസ് വല്ലാണ്ട് ചൂടാവുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബഗ് എന്തായാലും കാണിക്കണം. ഇനി ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ഫോണിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഐ റെക്കമെൻഡ് എല്ലാ കൂട്ടുകാരും ഈ ഒരു അപ്ഡേറ്റ് ചെയ്യണം. ആപ്പിളും അത് തന്നെയാണ് പറയുന്നത്, ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ എന്തായാലും ചെയ്യണമെന്ന് കറക്റ്റായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്. സോ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് വലിയൊരു ത്രെട്ട് അല്ലെങ്കിലും മേ ബി ത്രെട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു അപ്ഡേഷൻ ചെയ്യണമെന്ന് റെക്കമെൻഡ് ചെയ്യുന്നതും അതേപോലെ പറയുന്നത്. ഇനി കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഈ പറഞ്ഞ അപ്ഡേഷൻ ചെയ്താൽ ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്. എൻ്റെ iPhone 13 ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ചെയ്തത്. അതും OTA അപ്ഡേറ്റിനാണ് ഞാൻ ചെയ്തത്. iTunes വഴി അപ്ഡേറ്റ് ചെയ്ത് ഓവർ ദ എയർ ഞാൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാരണം ഇതേപോലെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഇത്രയും നേരം ചെയ്തിട്ടും എനിക്ക് ആ ഒരു ഡിസ്പ്ലേ ഇഷ്യൂ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ബഗിൻ്റെ കാര്യം പറയുമ്പോഴും എനിക്ക് ഇത്രയും നേരം iOS 18.6.1 ആയിക്കോട്ടെ 6.2 ആയിക്കോട്ടെ എനിക്ക് ബഗ്ഗോ ക്ലട്ടറിങ്ങോ ഒന്നും ഇത്ര നേരം ഫീൽ ചെയ്യുന്നില്ല. സ്മൂത്തായിട്ട് തന്നെയാണ് എൻ്റെ ഡിവൈസ് റൺ ചെയ്യുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ എനിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ വരില്ല എന്ന് ഞാൻ പറയില്ല. ഡിസ്പ്ലേ ഇഷ്യൂസും ബഗ്ഗുകളും എല്ലാം ഒരു പനി പോലെയാണ്. കാരണം ഈ പറയുന്ന 100 പേർക്ക് വന്നില്ലെങ്കിലും ചിലപ്പോൾ അതിൽ 1-2 ആൾക്കാർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ റിപ്പോർട്ടും അതേപോലെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫീഡ്ബാക്കും അനുസരിച്ചാണ് നമുക്ക് ഡിസ്പ്ലേ ഇഷ്യൂസ് ഉണ്ടോ ബാക്കി തന്നെ ബഗ് ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ iOS 18.6.2ൻ്റെയും ഒരു ഫോളോ വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. ആ ഒരു വീഡിയോയിൽ എല്ലാ ഡീറ്റെയിൽഡായുള്ള കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഇനി ഈ ഒരു അപ്ഡേഷനിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് ഇനി iOS 26 എന്ന് വരും, ഇനി വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരാനുണ്ടോ എന്നാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ആപ്പിൾ iOS 18.6.1 എന്നുള്ള അപ്ഡേഷൻ ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്ത്. ഈ ഒരു വീക്ക് ആപ്പിളും iOS 18.6.2 എന്നാണ് അപ്ഡേഷൻ വന്നു. നെക്സ്റ്റ് വീക്കിൽ iOS 18.6.3 എന്നാണ് അപ്ഡേഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അൺലെസ് ആപ്പിൾ ഇതേപോലെ മേജറായ എന്തെങ്കിലും ഒരു ബഗ് കണ്ടുപിടിച്ചാൽ മാത്രമായിരിക്കും ഒരു അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇനി iOS 26 നമുക്ക് മിഡ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കിട്ടിയ ലീക്ക് അനുസരിച്ച് സെപ്റ്റംബർ 9 ആയിരിക്കും മിക്കവാറും ആപ്പിളിൻ്റെ ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഇവൻറ്റിന് ശേഷം iOS 26ൻ്റെ ആർസ് റിലീസ് ആപ്പിൾ റിലീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള 3rd വീക്ക് ഏറ്റവും മിഡായിട്ട് വരുന്ന 15, 16 എന്നീ പറഞ്ഞ ടൈമിലായിരിക്കും iOS 26ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ എല്ലാ കൂട്ടുകാർക്കും ഈ പറഞ്ഞ iOS 26 ലഭിക്കാൻ പോകുന്നത്. സോ ഇതാണ് നമ്മുടെ iOSൻ്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ iOS 18.6.2ൻ്റെ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. അപ്ഡേഷൻ ചെയ്യണോ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യം ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Evin Xavier signing from Evica.